ഇതിലും ഈസി ആയിട്ട് സാമ്പാർ വെക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഈ വെള്ളരിക്ക തക്കാളി സാമ്പാർ തിരക്കുള്ള ദിവസങ്ങളിൽ എനിക്കൊരു വലിയ സഹായമാണ് കേട്ടോ. ഇത് ഇഡ്ലി, ദോശ, ഉപ്പുമാവ് അതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയും ഒരുപോലെ ചേരും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 2-3 പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് പരിപ്പിന്റെ കാര്യം നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് പരിപ്പാണ്. അതൊരു 1/3 കപ്പ് വരെ ആവാം, ഏകദേശം 80 ഗ്രാം വരെ ആവാം കേട്ടോ. അത് ഞാൻ നല്ലോണം കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് നല്ല വെള്ളത്തിൽ. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ പരിപ്പോ അല്ലെങ്കിൽ മസൂർ ദാലോ ഉപയോഗിക്കാം. കഴുകി ഊറ്റിയെടുത്ത പരിപ്പ് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. അത് നല്ലോണം ക്ലീൻ ചെയ്ത് പകുതിയാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള വല്യുള്ളി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒന്നുകിൽ മുഴുവനായും ചെറിയുള്ളി അല്ലെങ്കിൽ മുഴുവനായും വല്യുള്ളി, അല്ലെങ്കിൽ രണ്ടും കൂടെ ഇതേപോലെ ഞാൻ എടുത്ത പോലെ അങ്ങനെയും ചേർക്കാം. വല്യുള്ളി കഴിക്കാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു 3-4 വെളുത്തുള്ളി അല്ലികളും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് കഴിക്കാത്തവർക്ക് ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു 3 എണ്ണം. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. 2 മീഡിയം സൈസ്ഡ് തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളി. അതൊരു ഏകദേശം ഒരു മീഡിയം സൈസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അധികം ചെറുതുമല്ല വലുതും അല്ലാത്ത രീതിയിൽ. വെള്ളരി കഷ്ണങ്ങൾ ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. 150 ഗ്രാം വരെ ആവാം കേട്ടോ വേണമെങ്കിൽ. ഓർക്കണം, ഇത് 2-3 പേർക്കുള്ള അളവാണ്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു 1/2 ടീസ്പൂൺ. ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. സാമ്പാർ പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. നമ്മുടെ ചാനലിൽ തന്നെ സാമ്പാർ പൊടിയുടെ മലബാർ സാമ്പാർ പൊടിയുടെ റെസിപ്പിയുണ്ട്. മലബാർ സാമ്പാർ പൊടി എന്ന് പറഞ്ഞാൽ അതിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മല്ലിയുടെ അംശം കുറച്ച് ഏറി നിൽക്കും. അത് കാരണം ഞാനിവിടെ എക്സ്ട്രാ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. സാമ്പാർ പൊടി ഞാൻ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ. സാമ്പാർ പൊടിയിൽ കായം ചേർത്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു എക്സ്ട്രാ 1/4 ടീസ്പൂൺ ഞാൻ ചേർക്കുകയാണേ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർക്കാം. പാകത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതായത് വെജിറ്റബിൾസ് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് പച്ചക്കറികളൊക്കെ വെള്ളത്തിൽ മുങ്ങി നിൽക്കത്തക്കവണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടപ്പടച്ച് പ്രഷർ കുക്കറിൽ 3 മുതൽ 4 വിസിൽ വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഷർ കുക്കറിനനുസരിച്ച്. എൻ്റെ കുക്കറിൽ 3 വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ റിലീസ് ആയതിനു ശേഷം മാത്രം ഞാനിവിടെ അടപ്പ് തുറന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി തവി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ആ പരിപ്പൊക്കെ ഉടയുന്ന വിധത്തിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. വെള്ളരിക്കയും തക്കാളിയൊന്നും ഒരുപാട് ഉടക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി എടുത്ത് 100 മില്ലി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. പുളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണത്. പുളിയുടെ പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും പുളിയുടെ ആ പച്ചപ്പ് മാറും. ഇതാ സാമ്പാർ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. മാറ്റുന്നതിന് മുൻപേ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇതാ മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം സാമ്പാർ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ താളിപ്പ് അല്ലെങ്കിൽ വറവും കൂടെ കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു താളിക്കാൻ പാകത്തിനൊരു പാത്രം വെച്ചിട്ടുണ്ട്. 2 മുതൽ 3 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് കടുക് 1 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ. കടുകും ഉലുവയും പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് 5-6 സെക്കൻഡ് വഴറ്റിയ ശേഷം നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ് കേട്ടോ. ഇതിൽ പരിപ്പിൻ്റെയോ പച്ചക്കറികളുടെയോ അളവിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ അതാവാം. ഇനി അല്ല വെള്ളരിക്കയ്ക്ക് പകരം വേറെ ഏതെങ്കിലും പച്ചക്കറി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയോ ആവാം കേട്ടോ.
അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തൊരു സാമ്പാറാണിത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.